എന്നാളും നീ താണ്ടി എന്നോട രാസാത്തി പൊന്നാട്ടം നെഞ്ചോട് വച്ചേനെ കാപ്പ. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന റാഗി ദോശ, സാധാരണ ദോശ, ഈ രണ്ട് ദോശകളും തമ്മിൽ എന്തൊക്കെയാണ് ന്യൂട്രീഷണൽപരമായിട്ടുള്ള വ്യത്യാസം എന്ന് നോക്കാം. നിങ്ങളൊരു വെയിറ്റ് ലോസിലാണ്, അപ്പോൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൻ്റെ ന്യൂട്രീഷണൽപരമായിട്ടുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. അതായത് നമ്മളൊരു 100 ഗ്രാം റാഗി ദോശ എണ്ണയില്ലാതെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 140 തൊട്ട് 160 കലോറി വരെ ഊർജ്ജം ലഭ്യമാകും. 30 തൊട്ട് 36 വരെ കാർബോഹൈഡ്രേറ്റ് ആണ് ലഭ്യമാകും. പ്രോട്ടീൻ ആണെങ്കിൽ 3 തൊട്ട് 4 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. സാധാരണ ദോശയും റാഗി ദോശയും ഈ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം എവിടെയാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റാഗി ദോശയിൽ അധികമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ റാഗി ദോശ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കില്ല. വിശപ്പ് കുറച്ച് മെല്ലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങളുടെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടുന്നുണ്ടോ എന്നുള്ള അളവാണ്. റാഗി ദോശയും സാധാരണ ദോശയും കമ്പയർ ചെയ്യുമ്പോൾ റാഗി ദോശയിൽ വളരെ കുറവാണ്. അതായത് 55 റാഗി ദോശയിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഇനി സാധാരണ ദോശ നോക്കുകയാണെങ്കിൽ 77 ആണുള്ളത്. അപ്പം ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് റാഗി ദോശ എന്ന് പറയുന്നത്. റാഗി ദോശയിൽ ഫൈബർ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റാഗി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുട്ട ചേർത്ത് ഉണ്ടാക്കുക. എന്തായാലും നമ്മൾ മുട്ട ചേർക്കുന്ന സമയത്ത് 1-2 മുട്ട ചേർക്കാതെ 6-7 മുട്ട ചേർക്കുക. കാരണം ഒരു മുട്ടയിൽ നമുക്ക് 3 ഗ്രാം പ്രോട്ടീനേ കിട്ടുള്ളൂ. ഒരു ഫാമിലിക്ക് വേണ്ട ഫുൾ പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 മുട്ട നമ്മൾ ചേർക്കണം. ഇനി മുട്ട ചേർക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് പ്രോട്ടീൻ സോസുകൾ എടുക്കുക. പനീർ, ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള പ്രോട്ടീൻ സോസുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും ഇതിൽ നിന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എണ്ണ കുറച്ചിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ റാഗി ദോശ ഉണ്ടാക്കി ഫൈബർ കൂടുതലാണ്, ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും. കാരണം 140 കലോറി ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഒരു റാഗി ദോശ നേരെ 250 കലോറിയിലേക്ക് മാറും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എണ്ണ പരമാവധി കുറച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ദോശ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അവസാനമായിട്ട് റാഗി ദോശ എപ്പോഴാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.